ഒരുങ്ങി. ആഖിറ നമ്മൾ മുന്നിൽ വരാനുണ്ട്. എപ്പോഴാണ് വരിക അറിയില്ല. മരണങ്ങൾ എങ്ങനെ വരികയെന്നറിയില്ല. ഭാര്യനും മക്കളെയൊക്കെ കൊണ്ടുപോയി ഒന്ന് ഉല്ലസിക്കാൻ വേണ്ടി പോയ മനുഷ്യർ അവരിന്ന് ഖബറുകളിലാണുള്ളത്. ഇവർക്കും മരിക്കാൻ പോയതല്ലല്ലോ. എവിടുന്നാണ് മനുഷ്യന്റെ മരണം വരിക ആർക്കും അറിയില്ല. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി ഒരുങ്ങി ജീവിതത്തിനെ തയ്യാറാക്കി ഒരുക്കത്തോടു കൂടി ജീവിക്കുക. അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പണിയെടുക്കണം. അതിൽ നമുക്ക് രസം കിട്ടാനുണ്ട്. അതിൻ്റെ ആ ഒരു വഴി അള്ളാഹിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റൊരു വഴി അള്ളാഹിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേൾക്കണതിൽ ആരുണ്ടാകാം. കേൾക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിന് അവസ്ഥ മാറ്റം ഉണ്ടാവും. എന്നിട്ട് അള്ളാഹോട് ദുആ ഭയങ്കരമായിട്ട് ചെയ്യാം. പടച്ചോനെ നീയായുള്ള ബന്ധം തരണേ. അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ ഈമാൻ, പടച്ചോനെ ഈമാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാക്കി തരണേ. അള്ളാഹുമായുള്ള വിശ്വാസത്തിൽ ഇഷ്ടം ഉണ്ടാകാം. എന്നിട്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ, ലജ്ജയുടെ പേരിൽ പാപങ്ങൾ ഒഴിവാക്കണം. പേടിച്ചിട്ട് പാപം ഒഴിവാക്കല്ല. എങ്ങനെ ഞാൻ അള്ളാഹിന്റെ മുഖം കാണിക്കാം? നടക്കില്ല. അള്ളാഹ് ഇഷ്ടമില്ല, ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് ഒരു മനുഷ്യനുണ്ടായാൽ അവൻ്റെ അത്ര ദുനിയാവിൽ രസിക്കണേ സുഖിക്കണേ വേറൊരു മനുഷ്യനുണ്ടാവില്ല. അവന് കണ്ടാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓൻ വേറെ ലോകത്തുണ്ടാകാം. അത് ഉണ്ടാവണം. അള്ളാഹുവിന്റെ ദിക്റിൽ രസമുണ്ടാവണം. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് നേരമില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നേരമില്ല. അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ